ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഫോർത്ത് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് ഈ സബ്ജക്റ്റാണ് ഈ ഒരു സെമ്മിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് അതിൻ്റെ സിലബസ് എന്താണ് എന്ന് മാത്രമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ലെസണിൽ ജസ്റ്റ് ആ പേര് എന്താണ് എന്നത് മാത്രം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ലൈവ് ക്ലാസ്സും കൂടെ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അത് ചാപ്റ്റർ അല്ലെങ്കിൽ സബ്ജക്റ്റ് കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര്. സബ്ജക്റ്റിനെ തന്നെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് കാണാം. അതായത് ഫുള്ളായിട്ട് ഡെറിവേറ്റീവ്സ് അല്ല ഇതിൽ പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു ഈക്വൽ മൊത്തം നമുക്ക് ഇതിൽ 5 മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം റിസ്ക് മാനേജ്മെൻ്റ് ആണ്. റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ് എന്ന് തുടങ്ങിയിട്ട് അതിൻ്റെ നീഡ്, ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത എന്താണ്, അതൊക്കെയാണ് ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് മാനേജ്മെൻറ്റാണ്. നിങ്ങളുടെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വൈസ് ആണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും അതിൽ ഫസ്റ്റ് ലെസണായിട്ട് വരുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആൾറെഡി ഡിഗ്രിക്ക് പഠിച്ച ടോപ്പിക് തന്നെയാണ് ഡെറിവേറ്റീവ്സ് എന്നുള്ളത്. ആ ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കണ്ടൻറ്റുകൾ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. പക്ഷേ അത് മാത്രം പോരാ, നിങ്ങൾ PG സ്റ്റുഡൻസ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഗൂഗിളിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലോ അതല്ലെങ്കിൽ അഡീഷണൽ ബുക്ക് റെഫർ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ തരുന്ന അല്ലെങ്കിൽ എൻ്റെ നോട്ട്സ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാൻ അത് മാത്രം മതി എന്ന് വിചാരിച്ചിരിക്കരുത്. കാരണം നിങ്ങൾ PG സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം സിമ്പിളായിട്ട് തോന്നുന്ന നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മൾ PG ആയിരിക്കുമ്പോൾ കാരണം നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ് മൈൻഡിൽ നിൽക്കാൻ അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു കഴിഞ്ഞ സമയത്തെ പോലെ ഇവിടെയും മാക്സിമം നിങ്ങളുടെ സിലബസിനെ പരിചയപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ടോപ്പിക് എന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക. അതൊക്കെയാണ് എനിക്കിവിടെ റോളായിട്ട് വരുന്നുള്ളൂ. എന്തായാലും ഈ ഒരു സിലബസ് പ്രകാരം വരുന്ന 5 മോഡ്യൂളും നമുക്ക് ഈ സെമ്മിൽ തന്നെ, അതായത് മാർച്ച് ആകുമ്പോഴേക്കും നമുക്കിത് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെസണിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രിയുടെ നിങ്ങളുടെ ആരുടെയെങ്കിലും അടുത്ത് നിങ്ങൾക്ക് ബുക്ക് കിട്ടാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ എന്തെങ്കിലും ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല ആ ഒരു ഡിഗ്രി ബുക്കിൽ തന്നെ മൊഡ്യൂൾ 2ൽ പറയുന്ന കാര്യങ്ങളും ഉണ്ട്. മുഴുവനായിട്ടും വരുന്നില്ല, പക്ഷേ അതിൻ്റെ ഫ്യൂച്ചർ, അതേപോലെ തന്നെ അതിൻ്റെ ഫോർവേഡ് കോൺട്രാക്റ്റ്, സ്വാപ്പ് ഓപ്ഷൻ, ഹെഡ്ജിങ് റിസ്ക്, ഇതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഐഡിയ, ജനറലായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫെമിലിയർ, നമുക്കൊരു ഇതുവരെ നമ്മൾ കേൾക്കാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് ഡിഗ്രിയുടെ ബുക്ക് കിട്ടുവാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് വായിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക കേട്ടോ. പിന്നെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഡെറിവേറ്റീവ്സ് ആണ് പിന്നെ വരുന്നത്. മൊഡ്യൂൾ 2ൽ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ മൊഡ്യൂൾ 3ൽ ഓപ്ഷൻ ഡെറിവേറ്റീവ്സിനെ കുറിച്ച്, മൊഡ്യൂൾ 4ൽ പിന്നെയും വീണ്ടും നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിലെ ഓപ്ഷൻ, അതായത് നേരത്തെ നമ്മൾ ഡെറിവേറ്റീവ്സിൽ തന്നെ പറയുന്ന ഓപ്ഷൻ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മൊഡ്യൂൾ 4ൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 5ൽ പറയുന്നത് സ്വാപ്പ്. 5 ഡെറിവേറ്റീവ്സിനും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ മൊഡ്യൂളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ലെസണിൽ ഇതിനോടൊപ്പം തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻസ് കൂടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള കാൽക്കുലേഷൻസൊക്കെയാണ് വരുന്നുള്ളൂ. ഇതൊരു തിയറി പേപ്പർ തന്നെയായിട്ടാണ്. പിന്നെ നമുക്ക് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ സബ്ജക്റ്റിൽ അവൈലബിൾ അല്ല. കാരണം ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ചില സമയത്ത് ചേഞ്ച് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ ചേഞ്ചസ് ചെയ്ത് വന്നിട്ടുണ്ട്. എങ്കിലും മാക്സിമം നമുക്ക് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ മാത്രം ഡിസ്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ക്ലാസ്സുകൾ വരുന്നത്. നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള റോൾ ഉണ്ടായിരിക്കും.
നിങ്ങൾക്ക് ഒന്നുകിൽ സെമിനാറായിട്ടോ അസൈൻമെൻ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ ജോയിൻ ആയിട്ട് നമുക്ക് സെമിനാർ എന്നുള്ള രീതിയിലൊക്കെ കണ്ടക്ട് ചെയ്യാം. മാക്സിമം ഈ ഒരു മൊഡ്യൂളിൽ ലൈവ് ക്ലാസ്സുകൾ തരാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ യൂട്യൂബ് ക്ലാസ് കൂടാതെ അതല്ലെങ്കിൽ PPT ആയിട്ടുള്ള അതിൻ്റെ നോട്ട് അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൂടാതെ കുറച്ച് അഡീഷണൽ ആയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഈ ഒരു സെമ്മിൽ നിങ്ങൾക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നമ്മൾ അതിനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ നിങ്ങളുടെ അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ഇപ്പോൾ നെറ്റ്വർക്കിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എങ്കിലും നമ്മളതിൻ്റെ മാക്സിമം അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ലെങ്തി ആയിട്ട് ഞാനിത് നിങ്ങൾക്കിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നുള്ളൂ. നിങ്ങളിതിൻ്റെ നോട്ട്സ് പറ്റുമെന്നുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. ഇതിൻ്റെ ബാക്കി വോയിസും കൂടെ ഞാൻ വേറൊരു ലിങ്കായിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിലെ റിസ്ക് എന്ന് പറയുന്ന ടേം എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഡിഗ്രിക്കൊക്കെ ഈ ടേം കേട്ടിട്ടുണ്ടാവും. ഇൻഷുറൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ട് നിങ്ങൾ ആ ടേം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സിംപ്ലി അതൊരു അൺസർട്ടൻ ഇവൻ്റ് ആണ് എന്ന് പറയാം. അതല്ലെങ്കിൽ ദിസ് ഈസ് എ കണ്ടീഷൻ, ഒരു അപകട സാധ്യത. അതായത് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഒബ്ജക്റ്റീവ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അൺസർട്ടൻ ഇവൻറ്റിനെ, ഒരു അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന ഒരു അപകട സാധ്യത, അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഈ എല്ലാ ബിസിനസ്സിലും എന്തുണ്ട്, റിസ്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു ബിസിനസ്മാൻ്റെ വിജയം എന്ന് പറയുന്നത് ആ ഒരു റിസ്കിനെ മുൻകൂട്ടി കാണുക, അതേപോലെ തന്നെ ആ റിസ്ക് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം എന്നത്, അതിന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുക. അവിടെയാണ് ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഒരു മാനേജർ എന്ന് പറയുന്ന ആളുടെ സക്സസ് ആയിട്ട് വരുന്നത്. പിന്നെ ആദ്യം തന്നെ മനസ്സിലാക്കി, ഈ റിസ്ക് എന്ന് പറയുന്നത് മുഴുവനും നമുക്ക് എന്തല്ല, കൺട്രോളബിൾ അല്ല. ഒരു പരിധി വരെ ചില റിസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോർസൈറ്റ്, നമ്മൾ ഒരു ഫ്യൂച്ചറിനെ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്ന ഒരു അസംഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ആ ഒരു അസംഷൻസ് ഒക്കെ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ റിസ്ക് മൂലം ഉണ്ടാകുന്ന ലോസിൻ്റെ ആ ഒരു വലുപ്പം നമുക്കൊരു പരിധി വരെ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ റിസ്ക് എന്ന് പറയുന്ന ഒരു അൺസർട്ടൻ ഇവൻറ്റ് അല്ലെങ്കിൽ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അതിന് മാക്സിമം അതിൻ്റെ ആ ഒരു ലെവൽ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനാണ് നമുക്ക് കഴിയുക. അപ്പോൾ ആ ഒരു റിസ്കിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ഏതിൽ പറയുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, അനലൈസിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു ദ റിസ്ക്. അതായത് നമ്മൾ ഈ റിസ്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിന് പോസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുക. ആ ഒരു മാനേജീരിയൽ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്ത് വരാം, മാക്സിമൈസിങ് ദ പ്രോബബിലിറ്റി ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് പോസിറ്റീവ് ഇവൻറ്റ് ആൻഡ് മിനിമൈസിങ് ദ പ്രോബബിലിറ്റി ആൻഡ് കോൺസിക്വൻസസ് ഓഫ് അഡ്വേഴ്സ് ഇവൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഫ്യൂച്ചറിൽ വരുന്ന ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയില്ല ഫ്യൂച്ചർ എങ്ങനെയാണ്, അതിൻ്റെ എന്തൊക്കെയാണ് അതിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, കോൺസിക്വൻസസ് ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം അസംഷൻ്റെ അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റിയുടെ, ഒരു പ്രോബബിലിറ്റിയുടെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എവിടെയാണ് റിസ്ക് അല്ലെങ്കിൽ പ്രോബ്ലം വരാനുള്ള സാധ്യത, ആ പ്രോബ്ലത്തിന് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വരാനുള്ള റീസൺ, ചിലപ്പോൾ അതിൻ്റെ റൂട്ട് കോഴ്സ്, അങ്ങനെ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് വിശകലനം ചെയ്ത് പഠിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റ്, അതല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം, ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആ പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാനുള്ള ഒരു വഴി നമ്മൾ കണ്ടെത്തും. ഇതാണ് മെയിനായിട്ട് ആര് ചെയ്യുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ്. അതല്ലെങ്കിൽ ഈ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിസ്കിനെ എന്ത് ചെയ്യുക,
ഇതിൻ്റെ ആ ഒരു മിനിമം ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ എത്തിക്കുക. ഇതാണ് നമ്മൾ എന്തിൽ പറയാൻ പോകുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈങ്, അസസിങ് ആൻഡ് കൺട്രോളിങ് ദ ത്രെറ്റ് ടു ആൻ ഓർഗനൈസേഷൻസ് ക്യാപിറ്റൽ ആൻഡ് ഏർണിംഗ്. ഫ്യൂച്ചറിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ ഫ്യൂച്ചറിൽ ടേൺ ഓവർ, ഈൽഡ് എന്തായിരിക്കണം എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ആ പ്രോബ്ലംസ് അതെന്താണ് എന്ന് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്കിനെ പറയുന്ന പേരാണ് എന്ത്, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു റിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ വെറൈറ്റി ഓഫ് സോഴ്സസ്, അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് റിസ്ക് ഉള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ആ റിസ്കിന് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ബിസിനസ് ഏരിയയിൽ നമുക്ക് ഈ റിസ്ക് ഇൻവോൾവഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ അൺസർട്ടനിറ്റീസ് വരെ കൊണ്ടുണ്ടാവാം, അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസിയിൽ വരുന്ന ചേഞ്ചസ് ആവാം, അൺസർട്ടൻ ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഈവൻ കൊറോണയുടെ കാര്യം വരെ എടുക്കാം. അപ്പോൾ അൺസർട്ടൻ ആയിട്ട് ഫ്യൂച്ചറിൽ വരുന്ന ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നും നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം, നമ്മൾ ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത കാണണം, മുൻകൂട്ടി കാണണം. ആ ഒരു ചിലപ്പോൾ ലീഗൽ ചേഞ്ചസ് വരാം, അതേപോലെ ആക്സിഡൻ്റലായിട്ട് വരാം, ചിലപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ ഫ്ലഡോ എർത്ത് കേക്കോ ഇതുവഴി അങ്ങനെയൊക്കെ എന്ത് സംഭവിക്കാം, ഫ്യൂച്ചറിൽ റിസ്ക് വരാം. അപ്പോൾ ഈ റിസ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോഴ്സ് അല്ലെങ്കിൽ ഏരിയനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല വരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടനിറ്റിയാണ്. ഈ അൺസർട്ടനിറ്റിയെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് അനലൈസ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ ആ ഒരു റിസ്ക് കൺട്രോൾ ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 1-2 അഡീഷണൽ സ്ലൈഡ് കൂടെ ഉണ്ട്. സബ്ജക്റ്റ് പുതിയതായിരിക്കാം, നിങ്ങളുടെ ബുക്കിലെ ടെക്സ്റ്റ് കയ്യിൽ ഇപ്പം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളൊന്ന് അഡീഷണലായിട്ട് ഇത് വായിക്കുക. അതിന് വേണ്ടിയിട്ടാണ്. മുഴുവനും നിങ്ങളുടെ നോട്ടിലേക്ക് 1 by 1 ആയിട്ട് നിങ്ങൾ പകർത്തി വെക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഫുള്ള് കേട്ടിട്ട് നിങ്ങൾ അതിൻ്റെ ടേംസ് എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടൻറ്റിൽ ജസ്റ്റ് അതിൻ്റെ പോയിൻ്റ് മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന ആ ഒരു വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എന്തിനാണ് ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് നോക്കാം. റിസ്ക് മാനേജ്മെൻറ്റ് മെയിനായിട്ട് നമുക്കറിയാം എൻകറേജ് ദ മാനേജറിയൽ ആക്ടിവിറ്റി, അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ത്രെട്ട് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ട് ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിസ്ക് മാനേജ് ചെയ്യാൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. അവരവിടെ റിസ്ക് മാനേജ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ ഇറ്റ് അച്ചീവിങ് ദ ഒബ്ജക്റ്റീവ്സ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്നല്ല ഏത് സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവ്സിൻ്റെയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു കഴിവും കൂടെ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇറ്റ് ഗവേണൻസ് ഇംപ്രൂവ് ദ ഷെയർ ഹോൾഡേഴ്സ് കോൺഫിഡൻസ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് ഇറ്റ് ഇംപ്രൂവ് ദ മാൻഡേറ്ററി ആൻഡ് വോളണ്ടറി റിപ്പോർട്ടിംഗ് ആൻഡ് ദെൻ റെലവൻറ്റ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ആൻഡ് ഇൻ്റർനാഷണൽ നോംസ്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. കൂടുതലായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ടേം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് സ്ലൈഡ് തന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് പ്രോപ്പർ ടൈമിങ്ങിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് സ്ഥാപനത്തിൽ എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് വാല്യബിളായിട്ടുള്ള എഫക്റ്റീവായിട്ട് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസൊക്കെ ആയിരിക്കും. ആ റിസോഴ്സസൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട്, അതായത് അതിൻ്റെ മൂല്യം ചുമ്മാ വെറുതെ നഷ്ടമാവാതെ അതിനെ മാക്സിമം എഫിഷ്യൻ്റായിട്ട് ആ റിസോഴ്സസ് ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഇൻക്രീസ്, ഇന്നൊവേഷൻ, ക്രിയേറ്റിവിറ്റി ഇതൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഈ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് വേണം. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ എന്തെങ്കിലും ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ, പ്രോപ്പറായിട്ട് ഡിസിഷൻസ് മേക്കിംഗ് കറക്റ്റായിട്ട് ചെയ്യണം. ഇതിനൊക്കെ എന്ത് വേണം, റിസ്ക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നൊരു ഹെഡിങ് ആണ്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ സബ്ജക്റ്റ് ഒന്ന് പരിചയപ്പെടുക. റിസ്ക് മാനേജ്മെൻറ്റ് എന്താണ് എന്ന് അതിൻ്റെ ഒരു മീനിങ് മാത്രം അതൊന്ന് നോട്ട്സിൽ എഴുതി വെക്കുക. ഈ ഇമ്പോർട്ടൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.